ഹായ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നല്ല അടിപൊളി ഒരു സ്പൈസി ആയിട്ടുള്ള കോട്ടപ്പയർ തോരൻ റെഡിയാക്കിയാലോ. അതിനു വേണ്ടിയിട്ട് കോട്ടപ്പയർ ക്ലീൻ ആക്കിയിട്ട് അത് ഒന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു വെന്തതിന് ശേഷം അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഈ ഒരു പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ലൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. കോട്ടപ്പയർ ഇട്ടതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇന്ന് ചോറിന് നല്ല എന്താ പറയാ ഒരു കോട്ടപ്പയർ തോരനും സാമ്പാറും അതുപോലെ ഫ്രൈ ആയിട്ട് നത്തലും അതുപോലെ കൊഞ്ച് ഇത് രണ്ടോട്ടാ ഫ്രൈ ആയിട്ടുള്ളത്. പിന്നെ നല്ലൊരു അച്ചാർ, മാങ്ങച്ചാർ. രസമുണ്ടോ ചോറ്? ഇത് നോക്കുക, ഈ ഒരു ടേസ്റ്റ് ഉണ്ടോ? നല്ല മോനെ കൈ കൊണ്ട് തോന്നണം. ഇത് വന്നാൽ ഇഷ്ടമല്ല ഒന്നും അത് തോന്നണ്ട. എന്നാ അത് കസാര എന്താ പൊച്ചതുണ്ടാക്കുന്നു? റൊണാൾഡോ അല്ലേ തോറ്റത്? മെസ്സിനെ എന്ത് സപ്പോർട്ട് ചെയ്തോ? മെസ്സിനെ സപ്പോർട്ട് ചെയ്താലെന്താ? മെസ്സിയും കളിക്കാരനല്ലേ? അങ്ങനൊന്നും പറയരുത്. നീ എന്താ കണ്ടിന്? നീ ആദ്യം മെസ്സി അല്ലല്ലോ. ഇത് വേണ്ട, ഇത് പൊരിച്ചിട്ടെ നല്ല മോനെ. അപ്പൊ കോട്ടപ്പയർ തോരന് ഇതുപോലെ റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.